എല്ലാ പ്രിയ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ചോറിനൊപ്പം നമുക്ക് കഴിക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക കറി റെസിപ്പിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവയ്ക്കുന്നത്. മീൻകറിയൊന്നും ഇല്ലെങ്കിലും നമുക്ക് ഈ ഒരു കറി ഉണ്ടെങ്കിൽ വയറു നിറച്ച് ചോറുണ്ണാനായിട്ട് വേറെ കറികളുടെ ആവശ്യമേ ഇല്ല. വെണ്ടയ്ക്ക കൊണ്ട് ഈ ഒരു രീതിയിലൊന്ന് കറി തയ്യാറാക്കി എടുക്കുകയാണെങ്കിൽ നമുക്ക് ചോറിനും ചപ്പാത്തിക്കും ഒക്കെ സെർവ് ചെയ്യാനായിട്ട് നല്ല കോമ്പിനേഷൻ തന്നെയാണ്. എരിവും പുളിയും ഒക്കെയുള്ള ഒരു ടേസ്റ്റി ആയിട്ടുള്ള കറി തന്നെയാണ് പങ്കുവയ്ക്കുന്നത്. ഈ രുചികരമായ കറി തയ്യാറാക്കി എടുക്കുന്നതിന് അധികം സമയമൊന്നും ആവശ്യമില്ല. ഇത് തയ്യാറാക്കുന്ന വിധം വേഗത്തിൽ നമുക്കൊന്ന് കണ്ടിട്ട് വന്നാലോ. ഈ കറി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഞാനൊരു 12 പീസോളം വെണ്ടയ്ക്ക എടുക്കുന്നുണ്ട്. ചെറിയ വെണ്ടയ്ക്ക ആയതുകൊണ്ട് 12 പീസോളം എടുക്കുന്നുണ്ട്. നമുക്ക് എത്രത്തോളം ആവശ്യമുണ്ട് കറി അതിനനുസരിച്ചിട്ടുള്ള വെണ്ടയ്ക്ക എടുക്കണം. ഇവ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇനി ചെറിയ നീളത്തിലൊന്ന് നുറുക്കിയെടുക്കുകയും വേണം. ഇനി വഴറ്റിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് നെടുകെ പിളർന്ന് വെച്ചിരിക്കുന്ന ഒരു 12 പീസോളം ചുവന്നുള്ളിയുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളിയും ചെറുതായിട്ടൊന്ന് നുറുക്കിയെടുത്തിട്ടുണ്ട്. ഇവയാണ് നമ്മൾ വഴറ്റിയെടുക്കുന്നത്. ചെറിയുള്ളി തന്നെ ചേർത്ത് കൊടുക്കണം. മീഡിയം വലുപ്പമുള്ള ഒരു തക്കാളിയും ആവശ്യമുണ്ട്. സവോളയൊന്നും ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഈ കറിക്ക് കിട്ടത്തില്ല. നമ്മൾ ചെറിയുള്ളി തന്നെ തയ്യാറാക്കി എടുക്കുന്നതാണ് നല്ലത്. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് വഴറ്റിയെടുക്കാൻ ആവശ്യമായിട്ടുള്ളത്. ഇനി അരപ്പ് തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് 1/2 കപ്പ് തേങ്ങ ചിരകിയതും, നമ്മളിവിടെ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല, അതിന് പകരം മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടീസ്പൂൺ അളവിൽ എരിവുള്ള മുളക് പൊടിയും 1/2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയോട് എടുത്തിട്ടുള്ളതാണിത്. 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ജീരകം, വലിയ ജീരകമുണ്ടല്ലോ അതാണ് എടുത്തേക്കുന്നത്, 3 അല്ലി ചുമന്നുള്ളി, 1/2 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. ഇവ നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഫൈനായിട്ട് അരച്ചെടുക്കണം. 1 ടീസ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെണ്ടയ്ക്കയും കൂടെ ചേർത്ത് ആ വെണ്ടയ്ക്കയുടെ വഴുവഴുപ്പുണ്ടല്ലോ അതൊക്കെ ഒന്ന് മാറി വെണ്ടയ്ക്ക ഒന്ന് ചെറുതായിട്ടൊന്ന് നിറം മാറി കിട്ടണം. ഇങ്ങനെ വഴറ്റിയിട്ട് വേണം നമ്മൾ കറി തയ്യാറാക്കിയെടുക്കാൻ. ലേശം ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് വെണ്ടയ്ക്ക നല്ല രീതിയിൽ അതിൻ്റെ ആ വഴുവഴുപ്പൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ നമ്മൾ വഴറ്റിയെടുക്കണം. ഇങ്ങനെ നമ്മൾ വഴറ്റിയിട്ട് കറി തയ്യാറാക്കി എടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ് നമ്മൾ റോയായിട്ടുള്ള വെണ്ടയ്ക്ക ഇട്ട് കൊടുക്കുന്നതിനെക്കാട്ടിലും. വെറും 10 മിനിറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് ഈ കറി തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. ഇവിടെ നമ്മൾ തേങ്ങ വറുത്തരച്ചൊന്നുമല്ല തയ്യാറാക്കി എടുക്കുന്നത്, പച്ചയ്ക്ക് തന്നെയാണ് അരച്ച് തയ്യാറാക്കി എടുക്കുന്നത് കറി. അപ്പോൾ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതേ ഉള്ളൂ. വെണ്ടയ്ക്കയുടെ നിറമൊക്കെ ഒന്ന് മാറി വഴുവഴുപ്പ് മാറിയപ്പം ഇതെടുത്തൊരു പാത്രത്തിലോട്ട് മാറ്റുകയാണ്. മൺചട്ടിയിലോട്ട് വീണ്ടും ഞാൻ 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടെ നമുക്കൊന്ന് വഴറ്റിയെടുക്കണം. ലേശം കറി ലീഫും കൂടെ ചേർത്തിട്ടാണ് വഴറ്റിയെടുക്കുന്നത്. ഇവിടെ ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാവുന്നതേ ഉള്ളൂ. ഉള്ളിയൊക്കെ നമ്മൾ ഈ വഴറ്റുന്ന സമയത്ത് തന്നെ പച്ചമുളക് കൂടെ ചേർത്ത് കൊടുത്തിട്ട് വഴറ്റിയെടുക്കാവുന്നതാണ്. എരിവുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തതുകൊണ്ട് പിന്നീട് ഞാൻ പച്ചമുളക് ചേർത്ത് കൊടുക്കാത്തത്. ഉള്ളിയുടെ നിറമൊക്കെ മാറി ചെറുതായിട്ടൊരു ലൈറ്റ് ബ്രൗൺ നിറമായപ്പം ഇതിലോട്ട് നമുക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. തക്കാളി വളരെ ചെറുതായിട്ടാണ് ഞാൻ അരിഞ്ഞെടുത്തേക്കുന്നത്. ഇത് അധികം പഴുക്കാത്ത തക്കാളി ആയതുകൊണ്ട് ചെറുതായിട്ട് അരിഞ്ഞെടുത്തേക്കുന്നത്. പഴുത്ത തക്കാളിയാണെങ്കിൽ വലിയ പീസ് ഇട്ടായാലും പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടുമല്ലോ. തക്കാളിയുടെ ചേർത്ത് കൊടുത്ത് തക്കാളിയും ഒന്ന് വെന്തുടഞ്ഞ് കിട്ടണം. അപ്പോൾ ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുകയാണ്. നമ്മൾ അടച്ചു വയ്ക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് കിട്ടും. ഞാനൊന്ന് അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട്. ഇടയ്ക്ക് തുറന്ന് ഇളക്കി കൊടുക്കണം. മൺചട്ടിയിലായതുകൊണ്ട് അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. തക്കാളിയും നല്ല രീതിയിൽ തന്നെ വെന്തുടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പുണ്ടല്ലോ അതും കൂടെ ചേർത്ത് കൊടുക്കുകയാണ്. അരപ്പ് ഞാൻ കുറച്ച് വെള്ളം ചേർത്ത് തന്നെ ഇതുപോലെ മഷി പോലെ അരച്ചെടുത്തിട്ടുണ്ട്. അരപ്പൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ തീ കുറച്ച് വയ്ക്കണം. മൺചട്ടിയിലായതുകൊണ്ട് ഈ തേങ്ങ അരച്ച് കൂട്ടുകൂടെ ചേർക്കുമ്പോൾ അടിക്ക് പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. നമ്മൾ റോയായിട്ടുള്ള മുളക് പൊടിയും മല്ലിപ്പൊടിയാണല്ലോ ചേർത്ത് കൊടുത്തേക്കുന്നത്. അപ്പോൾ 2-3 മിനിറ്റ് ഒന്ന് വഴറ്റിയെടുക്കണം. ഇനി പുളിക്ക് വേണ്ടിയിട്ട് ഒരു ചെറിയ നെല്ലിക്ക വലുപ്പമുള്ള വാളംപുളി വെള്ളത്തിൽ പിഴിഞ്ഞെടുത്തതാണ് ചേർത്ത് കൊടുക്കുന്നത്. നമ്മൾ തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ചിട്ട് നോക്കിയിട്ട് വേണം വാളംപുളിയുടെ വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കാൻ. വളരെ രുചികരമായിട്ടുള്ളൊരു വെണ്ടയ്ക്ക പുളിങ്കറിയാണ് തയ്യാറാക്കി എടുത്തേക്കുന്നത്. ഓരോ നാട്ടിലും ഓരോ രീതിയിലാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നത്. ഞങ്ങളുടെ നാട്ടിൽ തയ്യാറാക്കുന്ന രീതിയാണ് നിങ്ങളുമായിട്ട് പങ്കുവെച്ചത്. ഇത് തയ്യാറാക്കി എടുക്കാനായിട്ട് വളരെ എളുപ്പമാണ്. എന്നാൽ ടേസ്റ്റിൻ്റെ കാര്യത്തിൽ ഒരു കുറവുമില്ല. ഇനി കറിക്ക് ആവശ്യമായിട്ടുള്ള ഇളം ചൂടുവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. എത്രത്തോളം നമുക്ക് ഗ്രേവി ആവശ്യമുണ്ട് അതിനനുസരിച്ചിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. പച്ചവെള്ളം ഒരിക്കലും ചേർത്ത് കൊടുക്കരുത്. കാരണം തേങ്ങയൊക്കെ നമ്മൾ വഴറ്റിയെടുത്ത് ചെറുതായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പച്ചവെള്ളം ചേർത്ത് കൊടുത്താൽ കറിയുടെ ടേസ്റ്റിന് വ്യത്യാസം വരും.
കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് ഈ കറി ഒന്ന് തിളച്ച് വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. കറി തിളച്ച് വന്നിട്ട് വേണം നമുക്കിനി വെണ്ടയ്ക്കയൊക്കെ ചേർത്ത് കൊടുക്കാനും. കറി ഒന്ന് തിളച്ച് വന്നപ്പോഴത്തേക്കിന് വഴറ്റി വെച്ചിരിക്കുന്ന വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുകയാണ്. വെണ്ടയ്ക്ക ഓൾറെഡി വഴറ്റിയതായതുകൊണ്ട് ഇനി പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. ഒന്ന് ചെറുതായിട്ടൊന്ന് തിളച്ച് കിട്ടിയാൽ തന്നെ വെണ്ടയ്ക്ക വെന്ത് കിട്ടുകയും ചെയ്യും. ഇനി ഇളക്കി നമുക്കതൊന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കാം. എരിവും പുളിയുമുള്ള ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടയ്ക്ക പുളിങ്കറിയാണ് കൂട്ടുകാരുമായിട്ട് പങ്കുവച്ചത്. തയ്യാറാക്കിയെടുക്കാനായിട്ട് അധികം സമയമൊന്നും എടുക്കത്തില്ല. എന്നാൽ ടേസ്റ്റ് ആണെങ്കിലോ നല്ല ടേസ്റ്റുമാണ്. നമുക്ക് മീൻകറിയോ ചിക്കൻ കറിയോ ഒന്നും ഇല്ലെങ്കിൽ ഇതുപോലൊരു കറി തയ്യാറാക്കുകയാണെങ്കിൽ മറ്റ് കറികളുടെ ആവശ്യവുമില്ല. വെണ്ടയ്ക്കയോടെ ചേർത്ത് കൊടുത്ത് കറിയൊക്കെ നല്ല രീതിയിലൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. എണ്ണയൊക്കെ മുകളിൽ തെളിഞ്ഞു വരുന്ന ഒരു പരുവമായിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കുറച്ചും കൂടെ കറിക്ക് ടേസ്റ്റ് കൂട്ടണമെങ്കിൽ ഒന്ന് താളിച്ചും കൂടെ ചേർക്കേണ്ടതുണ്ട്. പാനിലോട്ട് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തേക്കുന്നത്. 1/2 ടീസ്പൂണ് കടുകിട്ടൊന്ന് പൊട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു 4 ചുവന്നുള്ളിയും കുറച്ച് കറി ലീഫും കൂടെ നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കേണ്ടതും കൂടെയുണ്ട്. ഉള്ളി മൂത്ത് വന്നപ്പോഴത്തേക്കിന് 2 വറ്റൽമുളക് ചെറുതായിട്ട് നുറുക്കിയതൂടെ ചേർത്ത് കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട്. ഇനി നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്തിട്ട് കറിക്ക് കുറച്ചും കൂടെ കളർ കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ കാശ്മീരി മുളക് പൊടിയുടെ ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. ഈ മൂപ്പിച്ചെടുത്ത കൂട്ടും കൂടെ നമ്മുടെ കറിയിലോട്ട് ഒഴിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കറി ഇവിടെ റെഡിയായി കഴിഞ്ഞു. തേങ്ങ വറുത്തരച്ച് ചേർക്കാതെ പച്ചത്തേങ്ങ വെച്ചിട്ട് ഈ ഒരു രീതിയിൽ നിങ്ങൾ വെണ്ടയ്ക്ക കറി തയ്യാറാക്കി നോക്കിയിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് തയ്യാറാക്കി നോക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ് സുഹൃത്തുക്കളുമായിട്ട് ഇന്ന് പങ്കുവെച്ചത്. നമുക്ക് ചോറിനൊപ്പം മാത്രമല്ല ചപ്പാത്തിക്കൊപ്പം ഒക്കെ കഴിക്കാനായിട്ട് കിഡു കോമ്പിനേഷനാണ് ഈ ഒരു കറി. കറി തയ്യാറാക്കി കുറച്ച് നേരം വെച്ച് കഴിഞ്ഞിട്ട് നമ്മൾ സെർവ് ചെയ്യണം. അപ്പോഴത്തേക്കിന് കറി കുറച്ചും കൂടെ കുറുകി വരികയും ചെയ്യും. മൺചട്ടിയിലായതുകൊണ്ട് കുറച്ചും കൂടെ കറി കുറുകി നല്ല തിക്കായിട്ട് നമുക്ക് കിട്ടുകയും ചെയ്യും. കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു റെസിപ്പി ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കൂട്ടാക്കാനും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം അടുത്തുള്ള ബെല്ലൈക്കനും കൂടെ ഇനേബിൾ ആക്കി ഓൾ എന്നുള്ള ഓപ്ഷനും കൂടെ പ്രസ് ചെയ്യേണ്ടതാണ്. എന്നാലേ ഞാനിടുന്ന പുതിയ വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. തേങ്ങ വറുത്തരച്ചൊന്നുമല്ലല്ലോ നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അതുകൊണ്ട് വളരെ ഈസി ആയിട്ട് നമുക്കിത് തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. കുട്ടികളുടെ ലഞ്ച് ബോക്സിലൊക്കെ കൊടുത്തു വിടാനാണെങ്കിലും വളരെ ഈസി ആയിട്ട് തയ്യാറാക്കിയെടുക്കാം. ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും കൂടെ ഒന്ന് ഷെയർ ചെയ്യാനും കൂടെ മറന്നു പോകരുത്. അടുത്ത ദിവസം നല്ലൊരു റെസിപ്പിയായിട്ട് കൂട്ടുകാരുടെ ഇടയിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ ഞാൻ എത്തുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.